ഹലോ ഗെസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ടിട്ട് കുറേ ആളായി തോന്നുന്നു നമ്മൾ തമ്മിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെയും നിങ്ങൾ നിങ്ങളുടെ അവിടെയും. ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. നമ്മളൊരു മിറർ പോലെയാകുന്നു. കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്നാണ് എൻ്റെ ചൊല്ല്. അതുപോലെയാണ് സഖാക്കളെ. ഇപ്പോൾ നമ്മുടെ അവിടെ ഇലക്ഷൻ ബൈ ഇലക്ഷൻ അങ്ങനെ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു. അതേക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സഖാക്കളെ എന്ന് പറഞ്ഞത് മൊത്തത്തിൽ നമ്മുടെ യൂട്യൂബേഴ്സ് മെമ്പേഴ്സിനെ കുറിച്ചാണ്. നമ്മളൊക്കെ ഒരു കുടുംബമാണ്. നമ്മൾ പലതും പഠിക്കാനും പലതിനെക്കുറിച്ച് ചിന്തിക്കാനും പല ജോലികൾക്കും പല കർമ്മങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഓരോ ചിട്ടയായ ശീലങ്ങളുണ്ട്, ദുശ്ശീലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചിന്തകളെ നമ്മളെ ഹിപ്നോട്ടിസ് ചെയ്ത് നമ്മുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവം എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്തെടുക്കും, അരിച്ചെടുക്കുക. ഒരു അറ്റ്മോസ്ഫിയറിലെ അണു പോലെയാണ് നമ്മുടെ ഓരോ സെൽസും. ഒരു ഏകോശജീവിയാണ് അമീബ. അതുപോലെയാണ് നമ്മുടെ മെമ്മറിയിലെ ചിന്തകളും. ഒരു സമയം ഒരു ചിന്തയെ ചിന്തിക്കാനും അത് ഒബ്സർവ് ചെയ്ത് മൈൻഡ് തിരിച്ചറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാനും സെറിബ്രം, റൈറ്റ് സെറിബ്രം, സെറിബെല്ലം, മിഡിൽ ഒംബ്ലാങ്കേറ്റ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ മെമ്മറിയിൽ കോടിക്കണക്കിന് സെൽസ് ഉണ്ട്. ഒരാളുടെ ബ്രെയിൻ 10,000 കോടി സെൽസ് ഉണ്ടെന്നാണ് ബ്രെയിൻ അനലൈസ് ചെയ്ത മെമ്മറി സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നേടാം എന്ന വിജയം എന്നുള്ള ബുക്കിൽ കൃഷ്ണൻ്റെ ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞാണ്. കൃഷ്ണൻ നമ്മളെപ്പോലെ ആൾ തന്നെയാണ്. എല്ലാവരും യൂണിക്കാണ്. ബ്രെയിൻ എല്ലാവർക്കും യൂണിക്കാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. വ്യത്യസ്തമായ സ്കില്ലുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം. അമ്പാടി ബ്രോ 2.0, അമ്പാടി ബ്രോ അങ്ങനെയൊക്കെയാണ്. ഈ ചാനൽ നെയിം അമ്പാടി ബ്രോ എന്നാണ്. 2-3 ചാനലുള്ളതാണ്. അതായത് ഈ സിം ഇങ്ങനെ മാറ്റുമ്പോഴും ഓരോ പാസ്വേഡ് മറക്കുമ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഇന്ന് ചാനൽ വന്നു, ഇടയ്ക്ക് ആഡ്സെൻസ് ഒക്കെ വരാറുണ്ട്, ഗൂഗിൾ ആഡ്സെൻസ്. പിന്നെ ഞാൻ വരാം പുതിയ കണ്ടന്റുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെ മണി ഇൻകം ഉണ്ടാക്കാം, നല്ലൊരു സോഴ്സാണ് ഗൂഗിൾ തരുന്നത്. ഇപ്പോൾ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 70% നമ്മൾക്കും ഗൂഗിൾ 30% ഗൂഗിളിനും. അങ്ങനെയാണ്. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാത്രമേ കാണണ്ട, ഇൻ്റർനെറ്റ്, ഡാറ്റ, നമ്മുടെയൊക്കെ ഓരോ മെമ്മറി, സേവിങ്സ്, ഇമാജിനറി, ദ ബ്രെയിൻ, എയിം, സർട്ടിഫിക്കറ്റ്, അതുപോലത്തെയൊക്കെയാണ്. അതായത് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്നും കുറിച്ചിടും. അതൊക്കെ സേവ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറിയിലാണ്. നമ്മളൊരിക്കൽ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഇറേസ് ചെയ്യാനും കഴിയും. ഇറേസ് ചെയ്ത് കഴിഞ്ഞാലും അതൊന്ന് റീസൈക്കിൾ ബിന്നിലേക്ക് പോകും, വീണ്ടും എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുക. ഞാൻ ലൂസി ഡ്രീം പഠിച്ചാണ്. അതുകൊണ്ട് ലൂസി ഡ്രീമിലായിരിക്കും ചില സമയത്ത്. സ്വപ്നം കൺട്രോൾ ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുക. അപ്പോൾ ഇന്നിപ്പോൾ അലേർട്ടാണ്, ഇന്ന് കുഴപ്പമില്ല മൈൻഡ്, നാളെ മാറും. മരുന്ന് അപ്പോഴും മാറി കഴിക്കുന്നുണ്ട്, കറക്റ്റ് ടൈമിങ്ങിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്. ബൈപ്പോളർ ഡിസോർഡർ എന്നാണ് എൻ്റെ മെമ്മറി അനലൈസ് ചെയ്ത ഒരു അസുഖത്തിനെ പേരിട്ടത്. ആദ്യം ഒരു അസുഖം ഉണ്ടായിരുന്നു, പഠിച്ചിട്ടും
പിന്നെ മോശമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയി. അതായത് അപ്പോഴത്തെ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ. ഹോർമോൺ ചേഞ്ച് ആകുമ്പോൾ സ്വഭാവം ഈ ബോഡി തനിയെ ഓട്ടോമാറ്റിക്കായി ഓരോ നമ്മളെ ഇപ്പോഴെല്ലാം ഡബിൾ മീനിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ ശരീരം പോയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ വരില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ഇല്ലാത്ത സമയത്തും ബോഡി തനിയെ ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, നമ്മൾ ഇന്ന് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറക്കും. കുറച്ച് കഴിഞ്ഞ് പുതിയ കാര്യം കണ്ടെത്തുമ്പോൾ അത് മാറി പുതിയതായി. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സും ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബോധത്തിലില്ലാത്ത സമയത്ത് ബോഡി കൺട്രോൾ ചെയ്ത് ഈ ശരീരം ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്നാണ് സയൻസ് പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ളതാണ്. ഞാൻ സയൻസ് 2 മറി എടുത്താണ്, വീണ്ടും സയൻസ് എടുത്തിരിക്കുകയാണ്. സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. സീറ്റ് കിട്ടാത്ത കോളേജ് മാറിപ്പോയി. ഞാൻ പലപ്പോഴും മെമ്മറി ലോസാണ്. പഠിക്കുന്ന കാര്യങ്ങളും സിസ്റ്റം ഈ അന്യൻ സിനിമ പോലെയാണ്. ബ്രെയിൻ ചിന്തിക്കുന്നല്ല, ഈ ഡ്രീമിലേക്കോടാണ് നമ്മൾ കൊണ്ടുപോകണം. ഞാൻ എന്താ ചിന്തിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്, അവൻ എന്താ ചിന്തിക്കുന്നുണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ എനിക്കെന്താ ചിന്തിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. ഞാനൊരു ഡ്രീമിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ഡ്രീമിൻ്റെ വെളിയിൽ പോയാലേ എനിക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഒരു ഡ്രീമാണ്, ഈ ഡ്രീമിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എനിക്കൊരു തോന്നൽ. കാരണം അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്തയില്ല. എന്താ ചിന്തിക്കണം, ആ ചിന്ത മാത്രമേ എവിടെ പോണ്, ആ പോയിന്റ് മാത്രമേ നമുക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പോകുമ്പോൾ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ബാക്കിലുള്ള ഒരു കൂട്ടം കല്ല് അതിന് ബാക്കിലോട്ട് പോകുകയാണ്. അതുപോലെയാണ് തോന്നൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത. ഞാൻ ഇളകിയ എൻ്റെ കൂടെയുള്ള കുറച്ച് ആനകൾ പോലെ ഇമാജിനേഷൻ, കുറച്ച് ആളുകൾ പോലെ അവരും ചലിക്കുന്നു. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ്. എൻ്റെ ഒരു വിരലനങ്ങിയ ഈ മറ്റുള്ള ഒരു ചീട്ടുകെട്ടുകളൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മൾ കളിക്കുമല്ലോ, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് ഓട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. അതുപോലെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ബ്രെയിൻ അറിയും എവിടെ തൊട്ട് എന്നറിയാൻ വേണ്ടി. അതുപോലെയാണ് നമ്മുടെ കൂട്ടം. ഇവിടെ മൊത്തം ടോട്ടൽ കൺട്രോൾ ആളുകൾ മാത്രമല്ല, പക്ഷി ജനാതി, മൃഗാതി ജനാതി, സ്പീഷ്യസ് യൂണിക് സ്പീഷ്യസ് കിങ്ഡം, ആനിമൽ കിങ്ഡം എന്നൊക്കെ പറയുമല്ലോ ബയോളജിയിൽ. ബോട്ടണി എടുക്കുമ്പോൾ ഓരോ മരത്തിനും ട്രീസിനും അതിൻ്റെ എത്ര ആയുസ് ഉണ്ടെന്ന് അറിയാൻ അതിൻ്റെ റൂട്ട് ചക്ര നോക്കിയാൽ മതി. അതുപോലെയാണ് റൂട്ട് ചക്ര. ഞാൻ ഈ റേക്കിയൊക്കെ പഠിച്ച് പലതും കാണുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്ന് ഇത്രയും മതി. ചാനലിൻ്റെ പേര് അമ്പാടി ബ്രോ 95. എൻ്റെ വേറൊരു ഫോണും കൂടി ഉണ്ട്, അമ്പാടി ബ്രോ 2.0. പിന്നെ അമ്പാടി ബ്രോ നടിച്ചു കഴിഞ്ഞാൽ PKD പാലക്കാട്, അങ്ങനെ കുറേ ചാനലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂ അല്ല, നമുക്ക് നമ്മളൊരു സോഷ്യൽ വർക്ക് പോലെയാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്നൊരു സ്കില്ല് ഇടുക. ആരെങ്കിലുമൊക്കെ 1-2 പേര് കാണാനുണ്ടാകും. ഈ ടൈമർ ഓടുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ സമയം പോകാൻ വേണ്ടി കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. നമുക്ക് പറയാനുള്ളതൊക്കെ മസ്തിഷ്കത്തിലുള്ള ഈ പ്രഷർ, സ്ട്രെസ്സുകളുള്ള ഫീലിങ്സുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കും, സെൽസുകളൊക്കെ എങ്ങനെ ആക്റ്റീവ് ആവും. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വരാം. എൻ്റെ ചാനൽ സബ് ചെയ്യണവർ സബ് ചെയ്തോളൂ, ഷെയർ ചെയ്യണവർ ഷെയർ ചെയ്തോളും. വെറുതെ കണ്ടിരിക്കുക, എന്തിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും കണക്ട് ചെയ്തിട്ട് ഓരോ പോയിന്റുകൾ കിട്ടും. ഇന്നതുമായിട്ടാണല്ലേ ഒരാൾ. അതുകൊണ്ടാണ് ഈ സ്പീച്ചുകളൊക്കെ നമ്മൾ കേൾക്കണം. ഓരോ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു പാർട്ടിക്കാരനായിട്ട് ഒരു പാർട്ടി നിൽക്കാൻ പാടില്ല. നമ്മൾ എല്ലാം അറിവാണ്. ഇപ്പോൾ
ഏത് കരയുന്ന കുട്ടിയാണ് ഒരു മണ്ടനാണെങ്കിലും അവനും ആ ഒരു സ്കില്ലുണ്ട്. ആ മണ്ടനെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ടൻ എന്താണ് ചെയ്യുന്നത് അതൊരു കഴിവാണ്. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവാത്മാവാണ്. ഈ ബോഡി എങ്ങനെയാണ്? ബോഡി 3 ശരീരമാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് ബോഡി, ശവം. ദേഹം, ദേഹി, പ്രാണൻ. പിന്നെ ഓറ, ആത്മാവ്. ഈ പ്രാണൻ എന്ന് പറയുന്നത് ദേഹി. ഊഷ്മാവ് ഉള്ളിൽ വരും, ഉള്ളിൽ പോവും. അപ്പോഴാണ് നമ്മൾ ചലിക്കുന്നതും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വ്യതിചലിക്കുന്നതും. അപ്പോൾ എല്ലാ കണികകളും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒട്ടിപ്പിടിച്ച് ഒരു സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ കാല് കടയുന്ന നമ്മൾ ഒരു ഭാഗത്ത് പോയി ഇരിക്കാൻ നോക്കും. അതുപോലെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എനർജി എന്ന് പറയുന്നത്, ഫിസിക്സ് എന്ന് പറയുന്ന ലോയിൽ പഠിക്കാനുള്ളത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ഉണ്ടാക്കാനോ അതിന് നശിപ്പിക്കാനോ കഴിയില്ല. അത് എനർജി ഉണ്ടായ കാലം തൊട്ട് അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ അറിവുകളൊക്കെ വരും. ഞാൻ ഈ ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടാത്തത് എൻ്റെ കൂടെ ഒന്നിലധികം ആളുകൾ ഉള്ള പോലെ ഒരു ഫീലിങ്സാണ്. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ കോൺഷ്യസ് എന്ന് പറയുന്ന പോലെ ഈ കോൺഷ്യസ് നിന്ന് സബ് കോൺഷ്യസിലാണ് ഞാൻ പെട്ടിരിക്കണേ. ഇനി സബ് കോൺഷ്യസ് നിന്ന് കോൺഷ്യസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അവനറിയില്ല ഞാനാണോ അവനാണോ. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ അവനും അറിയുന്നുണ്ട് ഞാനാണ് പോണ്, ഇവനാണ് അവനാണ്. എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ എൻ്റെ മേലെ ഞാനിപ്പോൾ നോർമൽ പോലെ സംസാരിക്കുന്നുണ്ട്, ചിലപ്പോൾ കുട്ടികളിനെ പോലെയൊക്കെ പെരുമാറും. ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആരാണ് എന്താണ്. ഈ ബോഡി ലാംഗ്വേജ് സിനിമയിലൊക്കെ പോലെ ഇന്ന് പല പല ആളുകൾ മേലെ പെരുമാറും. നമ്മൾ ഒരു പാവനെ ചലിപ്പിക്കണ പോലെയാണ്. ഓരോ പിക്ചർ ട്യൂബ് പോലെയാണ്, ഓരോന്നിനും ഓരോ കളറാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും ആരാണ് എന്താണെന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ ബോഡി അനലൈസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഒരു ഫോട്ടോ ഷെയ്ക്കായി കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല. ഷെയ്ക്ക് ആവാതെ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ശരി, ഞാൻ ഇപ്പോൾ വരാം. ആദ്യം ഇതിലൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ അമ്പാടി ബ്രോ വാച്ച് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. മറിമായം എന്നൊരു കോമഡി ഉണ്ട്, സീരിയലുണ്ട്. അതുപോലെ നമ്മുടെ സിനിമാക്കാരുടെ അമ്മ അസോസിയേഷൻ പോലെ അങ്ങനെ കുറേ ആളുകൾ, അവരൊക്കെ എൻ്റെ മേലെ വന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീലിങ്സൊക്കെ വരാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാം. തേജാവോ, ആസ്ട്രോ പൊസിഷൻ, പിന്നെ ലൂസി ഡ്രീം, പിന്നെ എന്താണ് ടൈം ട്രാവൽ, പിന്നെ മൈൻഡ്, ഹിപ്നോട്ടിസം, മെസ്മറിസം, പിന്നെ റെയ്ക്കി, പ്രാണ ഹീലിംഗ്, ഹഠയോഗ, കറാട്ടെ, കുംഫു, തൈക്കൊണ്ട, വുഷു, നിഞ്ച, ജിംനാസ്റ്റിക്, പിന്നെ അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ സ്കില്ലുകൾ, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റിയെ തോന്നും. എവിടെയും കാണാത്ത ഒരു, എല്ലാം ഒരേപോലെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. എല്ലാവരുടെയും പുതുമ കണ്ടാലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഒരു വഴി തെളിയണമെങ്കിൽ ഒരേപോലെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് ഭംഗി ഉണ്ടാവില്ല. ആ ചിത്രത്തിൽ കുറച്ച് പൂക്കളും കുറച്ച് ഇലകളും മലകളും വർണ്ണങ്ങളും വർണ്ണപ്പൊട്ടുകളും നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്, നമ്മളെ പറയാൻ കഴിയാത്ത വേർഡ്സുകളും വാക്യങ്ങളും ഉച്ചാരണ ശുദ്ധിയുള്ള പുതിയ പുതിയ അറിവുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വാക്കുകൾ ഈ പ്രസംഗത്തിലൂടെ വരുന്നുണ്ട്, സ്പീച്ചിലൂടെ. എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, ഒരു സയൻറ്റിസ്റ്റ് ആവണം. 4ാം ക്ലാസ്സിൽ സയൻറ്റിസ്റ്റ് ആവണം മട്ടിരുന്നാണ്, അബ്ദുൽ കലാമിനെ പോലെ. അങ്ങനെ പേപ്പർ ഇടാനൊക്കെ പോയി ബീർ കുപ്പിയൊക്കെ വിറ്റു, പൈസ ഉണ്ടാക്കി, ബുക്കുകളൊക്കെ വാങ്ങിച്ചു പഠിച്ചു. ഈ തോമസ് ആൽവ എഡിസൺ, ഐസക് ന്യൂട്ടൻ, അങ്ങനെ സയൻറ്റിസ്റ്റുകളെ കുറിച്ചൊക്കെ ബുക്കുകളൊക്കെ വായിച്ചു. സ്പേസ് സയൻറ്റിസ്റ്റ്, ISRO സ്പേസ് സയൻറ്റിസ്റ്റ്. അപ്പോൾ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എനിക്കാണെങ്കിൽ
കുട്ടിക്കാലം തൊട്ടേ മലയാളം മീഡിയമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് അത്ര അറിഞ്ഞൂടാ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് +1 +2 തൊട്ടാണ്. എന്നെ കുട്ടിക്കാലം തൊട്ടേ ഈ 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോൾ ഞാൻ പേടിച്ചു. തല്ലുകൊള്ളാൻ പേടി, നല്ല ചൂരിൽ കൊണ്ട് അടിക്കുക. അടുത്തിരിക്കണവൻ മൂത്രം ഒഴിച്ചു സാറിനെ കണ്ടിട്ട്. അപ്പോൾ ഞാനും പേടിച്ചു. എനിക്ക് ഭയങ്കര നാണക്കേടാണ് കുട്ടികളിനെ കാണാൻ. ഇപ്പം ഈ ഞാൻ സംസാരിക്കുമ്പോൾ അച്ചുമാമ സംസാരിക്കണ പോലെയൊക്കെ തോന്നാറുണ്ട്, ഒരു ഫീൽ. അതാണ് ഈ നിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ സ്റ്റൈലുകൾ, ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ ഇന്ന അവിടെ കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ. ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിർത്താണ്ട് പോകുന്നത്. ഓരോ സ്റ്റൈലുകളൊക്കെ വരാറുണ്ട്. ശരി, എന്നാൽ ഞാൻ ഇപ്പോൾ വരാം.